ഈ പടം ഓർക്കുന്നുണ്ടോ? നല്ല ഹെവി വെയിറ്റ് പേരുള്ള ഒരു സിനിമ, നായകന്റേത് നല്ലൊരു പവർഫുൾ കഥാപാത്രം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഈ സിനിമ ഓർത്തിരിക്കുന്നത് താൻ പാലിച്ചു പോന്നിരുന്ന ചില പ്രത്യേകതരം ആചാരങ്ങളും രീതികളും കാരണം നായകന് വില്ലനെ അകമഴിഞ്ഞ് സഹായിക്കേണ്ടി വരുന്ന ഒരു സിനിമ എന്ന നിലയ്ക്കാണ്. അതും നായകൻ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഉന്മൂലനം ചെയ്ത് ഇതേ നായകന്റെ അടുത്ത് തന്നെ സഹായം ചോദിച്ചാണ് വില്ലൻ ചെല്ലുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആചാരങ്ങളും രീതികളും കാരണം നായകന് വില്ലനെ രക്ഷിക്കേണ്ടി വരുന്നു. എന്താ അല്ലേ? സംഗതി വെറൈറ്റിയാണ്. ഇങ്ങനെ ഒരു ഐറ്റം ഇതിന് മുൻപോ ശേഷമോ ഞാൻ വേറൊരു പടത്തിലും കണ്ടിട്ടില്ല. പക്ഷെ വെറൈറ്റിക്കൊക്കെ ഒരു അതിര് വേണ്ടേ? കുറെ കാലം മുൻപ് കണ്ടൊരു സിനിമയായതുകൊണ്ട് ഈ പറഞ്ഞ നായകൻ വില്ലനെ സഹായിക്കുന്ന പരിപാടിക്ക് ശേഷം പടം പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്ന് എന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല. സോ ഇന്നലെ രാത്രി ഞാൻ ഈ പടം ഒന്നുകൂടി ഇരുന്ന് കണ്ടു. പക്ഷേ ഈ മാറിയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിനിമ രണ്ടാമതും കാണുമ്പോൾ എനിക്ക് തോന്നിയത് എന്താ പറയാ, വളരെ ലേസിയായി ആർക്കോ വേണ്ടി എഴുതിയൊരു സിനിമ. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു കിടപ്പ്. അന്നും ഇതൊരു വലിയ വിജയമൊന്നുമായിരുന്നില്ല എന്നാണ് ഗൂഗിൾ പറയുന്നത്. പിന്നെ ഇതിൽ നായകനും നായികയ്ക്കും വേണ്ടി നല്ലൊരു നൈസ് പാട്ടുണ്ട്, നമ്മുടെ ജാസി ഗിഫ്റ്റ് പാടിയ. ഇനി നായികയുടെ കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ കഥയിലെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നുമില്ല. നായകനും നായകന്റെ പരിപാടികളും മാത്രമായാൽ പോരല്ലോ, ഒരു സിനിമയാവുമ്പോൾ ഒരു നായിക വേണ്ടേ എന്നൊരു തോന്നലിന്റെ പുറത്തുണ്ടാക്കിയെടുത്തൊരു ഫീമെയിൽ കഥാപാത്രം. അതായിരുന്നു ഈ സിനിമയിലെ നായിക. പിന്നെ മറ്റൊരു കാര്യം, ഈ പടം എവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ പടത്തിൽ പറഞ്ഞിരിക്കുന്ന കഥ നടക്കുന്നതും ഈ സിനിമയിൽ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുള്ള വാഴമല, ചെറുപ്പറമ്പ്, കൊളവല്ലൂർ, മുണ്ടത്തോട്, പാറക്കടവ്, കടവത്തൂർ തുടങ്ങിയ സ്ഥലങ്ങൾ അത്രയും എന്റെ നാട്ടിൽ തന്നെയാണ്. അതും ഞാൻ ഈ സിനിമ ഓർത്തിരിക്കാനുള്ള ഒരു കാരണമാണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഒരുപക്ഷെ ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ ഭാഗത്തുള്ള ആളുകൾക്കൊന്നും തങ്ങളുടെ നാടിന്റെ പേര് ഒരു സിനിമയിൽ വന്ന് കാണുന്നതൊന്നും വലിയ അത്ഭുതമായിരിക്കില്ല. കാരണം അതൊരു സ്ഥിരം പരിപാടിയാണല്ലോ. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുള്ള ആളുകൾക്ക് അതൊരു പുതിയ സംഭവമായിരുന്നു. അതായത് നമ്മുടെ നാടിന്റെ പേര് ഒരു സിനിമയിൽ പ്രതിപാദിച്ച് കേൾക്കുന്നത്.